നല്ല നല്ല നടനാണ് മുകേഷ്. മുകേഷ് നല്ല രാഷ്ട്രീയക്കാരനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് പറയാറില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ, കാരണം CPM മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കി MLA ഒക്കെ ആക്കിയത് ആ ഒരു താരപരിവേഷത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അങ്ങനെ മുകേഷ് MLA ഒക്കെ ആയി. അതിലേക്കല്ല ഞാൻ കടക്കുന്നത്. മുകേഷിനെതിരെ മിന്നു മുനീർ എന്ന് പറയുന്ന ഒരു പുതുമുഖ നടി ലൈംഗിക പീഡന പരാതി ഉന്നയിച്ചിരുന്നു. അതായത് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് യുവ നടിമാര് ഈ ഇൻഡസ്ട്രിയിലെ പ്രമുഖ നടന്മാർക്കെതിരെ, സംവിധായകർക്കെതിരെ ഒക്കെ നിരവധി ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ മുകേഷ് ഒരു സിനിമാ നടൻ എന്നതിലുപരി ഒരു ജനപ്രതിനിധിയാണ്, ഒരു MLA ആണ്. മാത്രമല്ല CPMന്റെ അങ്ങനെയാണല്ലോ. കാരണം CPM എന്ന് പറയുന്നത് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ അല്ല, ഇത് ഒരു ആദർശ ശുദ്ധിയുള്ള പാർട്ടിയാണ് എന്നൊക്കെ ആണല്ലോ വെപ്പ്. അപ്പൊ ഈ മുകേഷിനെതിരെ മിനു മുനീർ എന്ന് പറയുന്ന അഭിനേത്രി ലൈംഗിക പീഡന പരാതി നൽകി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2009 2009 ഒരു സിനിമ ഷൂട്ടിങ്ങിനിടയിൽ നാടകമേ ഉലകം എന്നാണ് ആ സിനിമയുടെ പേര് എന്നാണ് എൻ്റെ ഓർമ്മ. ആ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് മുകേഷ് തന്നെ ബലമായി ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, കിടക്കയിലേക്ക് തള്ളിയിട്ടു, എൻ്റെ മേലെ കയറി കിടന്നു. അങ്ങനെ ആ രീതിയിലുള്ള ഗുരുതരമായ ലൈംഗിക പീഡന ആരോപണങ്ങൾ വെറുതെ പത്രക്കാർക്ക് മുമ്പിലല്ല മിനു മുനീർ ഉന്നയിച്ചത്. അത് പോലീസിൽ പരാതിപ്പെട്ടു, പോലീസ് FIR രജിസ്റ്റർ ചെയ്തു, കേസെടുത്തു. ജാമ്യമില്ലാത്ത വകുപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേസെടുത്തത്. നമ്മുടെ മുകേഷ് ഒരുപാട് തവണ മുൻകൂർ ജാമ്യാപേക്ഷക്കൊക്കെ ശ്രമിച്ചു. അങ്ങനെ മുകേഷിനെതിരായ ഈ ലൈംഗിക പീഡന പരാതിയെ കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു. അവസാനം മുകേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് മുകേഷിനെ വിട്ടയച്ചു. മുകേഷ് ഇപ്പോഴും CPMന്റെ MLA ആണ്. ഞാൻ ഇതാണ് ആമുഖമായി പറയുന്നത്. മുകേഷ് ലൈംഗിക പീഡന പരാതി വെറും പരാതിയല്ല, മുകേഷിന്റെ പേര് പറഞ്ഞ് പത്രക്കാർക്ക് മുമ്പിൽ മാത്രമല്ല, പാർട്ടിയിലല്ല, നമ്മുടെ നീതിന്യായ സംവിധാന